അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തയുടെ ഒരു മുസ്ലിയാരുടെ പ്രായമുള്ള ഒരു ഉസ്താദിന്റെ ഒരു സംസാരം കേട്ടു. കുറെ അർദ്ധസത്യങ്ങളും കുറെ ആരോപണങ്ങളും കുറെ അവകാശവാദങ്ങളും കുറെ ന്യായീകരണങ്ങളും കുറെ കണ്ടെത്തലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സംസാരമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇവരുടെ നേതാക്കന്മാരായ ആളുകൾ സൗദി ഭരണകൂടത്തെ കുറിച്ച് പറഞ്ഞതും, അതുപോലെ തന്നെ ഇദ്ദേഹം ഇപ്പോൾ വളരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ആ ഒരു നാട്ടിൽ പോയി ഇവരുടെ ഉസ്താദുമാർ അവരുമായി നടത്തുന്ന സംഭാഷണങ്ങളും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ ഇവർ നടത്തുന്ന പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടും അതിനെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടും നമുക്ക് മറുപടി പറയാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിസ്റ്റം നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ ഏതായിരുന്നാലും നമ്മുടെ സഹോദരൻ, നമ്മുടെ ഉസ്താദ് സംസാരിക്കുക നമുക്കൊന്ന് കേൾക്കാം. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇത് കേൾക്കുന്നവർ നല്ല ഉദ്ദേശത്തോടു കൂടെ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കണം. കാരണം നമുക്ക് സുന്നികളാണ്. നമ്മളിൽപ്പെട്ട ചില ആളുകൾ, വളരെ കുറഞ്ഞ ആളുകൾ സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ മൗലിദൊക്കെ നടത്തി അടുത്തുള്ള മക്ബറയിലൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പറയുന്നു സൗദി അറേബ്യയിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് വഹാബി ആയി പോകുന്ന ചുരുക്കം ചില ആളുകളെയൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഇദ്ദേഹം ഈ വീഡിയോ ചെയ്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെയൊക്കെ അറിയുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെയൊക്കെ ആശയം പേറി നടക്കുന്ന പല ആളുകളും പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് സൗദിയിലേക്കൊക്കെ പോകുമ്പോൾ വീട്ടിൽ നേർച്ചകൾ കഴിക്കും, അതുപോലെ തന്നെ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യും, അവരുടെ ഇസ്തിഹാസ നടത്തും. ഇങ്ങനെയുള്ള സമസ്തക്കാർ ഇന്ന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സൗദി അറേബ്യയിലേക്കും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നത്. പക്ഷെ പല ആളുകളും, ഏതാനും ചില ആളുകൾ അവിടെ പോയി പിന്നീട് തിരിച്ചു വന്നപ്പോൾ പറയുന്നു, ഇതൊന്നും സൗദിയിലൊന്നും കാണുന്നില്ലല്ലോ, ഇത് മക്കയിൽ കാണുന്നില്ല, മദീനയിൽ കാണുന്നില്ല, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നാട്ടിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. അങ്ങനെ അവർ വഹാബിസം പേറിയിരിക്കുന്നു, വഹാബിസം സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായി. ഇനി അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സംസാരിക്കാൻ നമുക്ക് കേൾക്കാം. അതുകൊണ്ട് ഈ വഹാബിസം എന്നാണ് വന്നത്, സൗദിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ് നമുക്കൊന്ന് പഠിക്കാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് വഹാബിസം കൊണ്ടുവന്നത്. അയാൾ ജനിക്കുന്നത് 1703 അപ്പോ അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന വഹാബി ആശയത്തിലേക്ക് ആളുകൾ പോയത് കൊണ്ട് നമുക്ക് വഹാബിസം എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ സ്വാഭാവികം നമ്മുടെ മനസ്സിലേക്ക് വരും, ഒരു സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വരിക, വഹാബിസം എന്ന് പറഞ്ഞിട്ട് ഒരു ഇസം ഉണ്ട്, മനസ്സിലായല്ലോ, വഹാബിസം എന്ന് പറഞ്ഞിട്ട് ഒരു ഇസം ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. സത്യത്തിൽ അങ്ങനെ ഒരു ഇസം ഉണ്ടോ? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്ന് ഇങ്ങനെ ഇതൊരു പുതിയൊരു രീതിയിൽ, ഇപ്പൊ സമസ്തായിസം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക, സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനക്ക് ഒരു പണ്ഡിത സഭ, ആ പണ്ഡിത സഭ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നു, അതും ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാത്ത കുറെ കാര്യങ്ങളാണ്. അത് നമ്മൾ ഈ സംസാരത്തിന് അവസാനെത്തുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യപ്പെടും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് ഇസ്ലാമിന്റെ പേരിൽ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയും അത് സമസ്തായിസമാണ് എന്ന്. ഈ അർത്ഥത്തിലാണോ ഇദ്ദേഹം ഇത് പറയുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹം പറയുന്നു അദ്ദേഹം കൊണ്ടുവന്നതാണ്, അദ്ദേഹം കൊണ്ടുവന്നു. ഇനി അങ്ങനെ ഒരു അദ്ദേഹം ഇല്ല എന്ന് വെക്കുക, സൗദിയിൽ അങ്ങനെ ഒരു ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ഇബ്നു അബ്ദുൽ വഹാബ് ജനിച്ചിട്ടില്ല എന്ന് വെക്കുക, മനസ്സിലായല്ലോ. എങ്കിലും ഈ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമുള്ള പറഞ്ഞു എന്ന് പറയുന്ന ഇബ്നു വഹാബിസം എന്ന് പറഞ്ഞു, വഹാബിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സമൂഹത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഒരു വിഷയം എന്തൊക്കെയുണ്ടോ ഇസ്ലാമികപരമായി, മറ്റുള്ളതെല്ലാം നമുക്ക് വേറെ, അത് അവരുടെ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ അത് വേറെ വിഷയം. ഇവിടെ ഇയാളുടെ പ്രശ്നം അതാണല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ സൗദിയിലേക്ക് പോകുന്നു, സൗദിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നു ഇതൊന്നും സൗദിയിലില്ലല്ലോ. അതായത് ഇവരുടെ ആണ്ട് നേർച്ച, ഉറൂസ് ഉത്സവങ്ങൾ, അതുപോലെ തന്നെ കബർ സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് സിയാറത്ത് ടൂറുകൾ, അവിടെ പോയി മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കൽ, നബിദിനം ആഘോഷം, കുത്താ റാത്തീബ്, ഷാദുലി റാത്തീബ്, മരിച്ച പല രീതിയിലുള്ള പല നേർച്ചകളും ഹദ്ദാദുകളും റാത്തീബുകളും, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ. അതായത് സമസ്തക്കാരും സെലഫികളും തമ്മിൽ തർക്കത്തിലുള്ള വിഷയങ്ങൾ, അതൊന്നും സൗദിയിൽ കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ കുറിച്ചാണോ, അതല്ല ഇതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളതാണോ എന്നതാണ്. പക്ഷെ ഇവിടെ ഇദ്ദേഹം കൊണ്ടുവരുന്നത് എന്താണ്, വഹാബിസം എന്ന് പറയുന്ന ഒരു ഇസം ഉണ്ട് എന്നും അത് കൊണ്ടുവന്നത് ഇബ്നു അബ്ദുൽ വഹാബാണ് എന്നും അത് എപ്പോഴാണ് വന്നത് എന്നതും നമ്മൾ പഠിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ തന്നെ ഒരു ഇരുട്ടിൽ തപ്പുക, ഇല്ലെങ്കിൽ ആളുകളെ പൊട്ടനാക്കുക, ആളുകളെ കബളിപ്പിക്കുക എന്ന ഒരു സ്വഭാവം ഇവിടെ ഒന്നാമതായി തന്നെ നമ്മുടെ തികഞ്ഞ ഉസ്താദിൽ നിന്ന് നമ്മൾ കാണുകയാണ്.
അദ്ദേഹത്തിന്റെ കുറെ കാലത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തി ഗവേഷണം നടത്തി കണ്ടെത്തിയ ഒരു ഉഡായിപ്പായിരിക്കും. മുസ്ലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിന് കയ്യും കാലും മുളച്ച ടീമാണ്. എങ്ങനെയൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ അതിനൊക്കെ പ്രത്യേക ഗവേഷണം തന്നെ നടത്തി അങ്ങനെ പ്രത്യേക രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു വർഗമാണ്. അപ്പോൾ ഇവരിൽ നിന്ന് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും. ഇനി മുസ്ലിയാർ ബാക്കി പറയട്ടെ. ക്രിസ്താബ്ദം 1703, ഇത് 2025. അദ്ദേഹത്തിന്റെ വിശ്വാസം അന്ന് കാലത്ത് ഒരാളും അംഗീകരിച്ചില്ല. അന്ന് സൗദി അറേബ്യ ഒന്നുമില്ല. നമ്മുടെ കേരളം പോലെ ആദ്യം കേരളമായിരുന്നത് പോലെ കുറെ നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് പിന്നീട് സൗദി അറേബ്യ ഉണ്ടാക്കിയത്. ഇരിക്കട്ടെ പറയാം. അന്ന് ഇദ്ദേഹം ഈ ആശയം കൊണ്ടുവരുമ്പോൾ സൗദി അറേബ്യ എന്ന രാജ്യമില്ല, ഒരുപാട് നാട്ടുരാജ്യങ്ങളാണ്. പലരും അയാളെ തള്ളി. അവസാനം ഒരാളുമായി അമീർ മുഹമ്മദ് സുഹദ് എന്ന് പറയുന്ന ആളുമായി ടൈപ്പ് ചെയ്തു, എഗ്രിമെന്റുകൾ ഉണ്ടാക്കി. ഈ നാട് മുഴുവൻ പിടിച്ചടക്കുകയാണെങ്കിൽ ഭരണം ആൽ സുഹദിനും മതം പറയാനുള്ള അവകാശം എനിക്കും കിട്ടണമെന്ന ഡിമാൻഡിൽ രക്തപ്പുഴ ഒഴുക്കി. 1703 ഇവിടെ ഇദ്ദേഹം കുറച്ച് കള്ളത്തരങ്ങൾ, അർദ്ധസത്യങ്ങളും കുറച്ച് സത്യങ്ങളും കൂടി മിക്സ് ആക്കുകയാണ്. ചോരപ്പുഴ ഒഴുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വിഷയം എന്താണ്? ഞാൻ ഇതൊക്കെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ദീനിൽ തെളിവല്ല, സൗദി ഭരണകൂടം ദീനിൽ തെളിവല്ല, അതൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. ഒരു മുജാഹിദുകാരനും ഒരു സലഫിയും ഇന്ന് ഈ നിമിഷം വരെ എവിടെയും ഒരു പണ്ഡിതനും പ്രസംഗിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല, ഒരു പണ്ഡിതനും എഴുതി വെച്ചതായി നമ്മൾ കണ്ടിട്ടില്ല, ഒരു പ്രബോധകരും പറഞ്ഞു വെച്ചതായി നമ്മൾ കണ്ടിട്ടില്ല, ഒരു സാധാരണക്കാരും എവിടെയും അവകാശവാദമായി ഉന്നയിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. എന്ത്? ഇത് സൗദിയിലില്ലല്ലോ, ഇത് മക്കയിലില്ലല്ലോ, ഇത് മദീനയിലില്ലല്ലോ എന്ന് തുടങ്ങിയുള്ള വാദങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് അങ്ങനെ ചോദിക്കും നമ്മൾ കണ്ടു. പക്ഷെ സമസ്തക്കാർ പല വിഷയങ്ങളും അങ്ങനെ ചോദിക്കാറുണ്ട്. മനസ്സിലായില്ല? പല വിഷയങ്ങളും സമസ്തക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ആരും ഈ രീതിയിൽ ഇത് ദീനില്ല അതുകൊണ്ട് ഇത് ദീനിലില്ല, ഇതിങ്ങനെ സൗദിയിലില്ല അതുകൊണ്ട് ഇത് ദീനില്ല എന്ന വാദങ്ങളൊന്നും ആരും ഉന്നയിക്കാറില്ല. ഇദ്ദേഹം ഇവിടെ എന്താണ് പറഞ്ഞു വരുന്നത്? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊണ്ടുവന്ന വഹാബിസമാണ്. വഹാബിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ ആളുകളെ കൊന്നവരാണ്, അങ്ങനെ കൊന്നിട്ടാണ് ഇവിടെ ഭരണം കൊണ്ടുവന്നത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം മൊത്തത്തിൽ പോകുന്നത്. അതായത് തന്നെ അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കേൾക്കാം. അങ്ങനെ ഒരു ആശയത്തിന് അസ്ഥിവാരമിടുന്നവർ ആദ്യത്തെ ദൗലത്തു സൗദിയ, സൗദി അറേബ്യ അല്ല, ദൗലത്തു സൗദിയ 1744 ഉണ്ടാക്കുന്നത്. കുറഞ്ഞ രാജ്യങ്ങളെ വെച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ച് അക്രമം കാണിച്ച് കുറഞ്ഞ രാജ്യങ്ങളെ പിടിച്ചത് 1744. രണ്ടാമത് ആ രാജ്യം വികസിപ്പിക്കുന്നത്, ദൗലത്തു സൗദിയ വികസിപ്പിക്കുന്നത് 1818. അതിന്റെ ഇടയിൽ 1806 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ നിലനിന്നിരുന്ന നിരവധി മക്ബറകളെയും മറ്റുമൊക്കെ തച്ചു തകർക്കുകയും ഒന്നാം തകർക്കൽ സമരം നടത്തുകയും ചെയ്തു 1806. അതായത് ഇദ്ദേഹം പറഞ്ഞ 1806 സൗദിയിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വരികയും ആ ഭരണകൂടം എന്താണ് സൗദിയിലുണ്ടായ റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതലേ ഉള്ള മക്ബറകൾ, ജാറങ്ങൾ, മനസ്സിലായില്ല, കെട്ടിപ്പൊക്കിയ ജാറങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കിക്കോളാം. എന്താണ് സമസ്തയുടെ കുറെ ജാറങ്ങളൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള കുറെ ജാറങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. മക്ബറ, പച്ചക്കുബ്ബ, നമ്മളെ സി എം മടവൂരിന്റെ, മുനമ്പത്തി ബീബിയുടെ, ഓച്ചിറദാമോദരൻ അയ്യപ്പന്റെ, ഉള്ളാളം തങ്ങളുടെ, ഖുറാ തങ്ങളുടെ, അങ്ങനെ തുടങ്ങി നമ്മുടെ കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെയുള്ള സകല ജാറങ്ങളും, അതുപോലെ തന്നെ പുറത്തുള്ള കർണാടക, അതുപോലെ തന്നെ മംഗളൂർ, അങ്ങനെയുള്ള പല നാടുകളിലുമുള്ള പല സംസ്ഥാനങ്ങളിലുമുള്ള ജാറങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരണം. മനസ്സിലാവും? ഇങ്ങനെയൊക്കെ ആയിരുന്നു സൗദി അറേബ്യയിൽ, മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ആര് പൊളിച്ചു തകർത്തു? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പൊളിച്ചു തകർത്തു എന്നതാണ് ഇയാളുടെ വലിയൊരു പ്രശ്നം. അത് ഏത് കാലം മുതൽ തുടങ്ങിയതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതലേ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. മനസ്സിലായാലും മുസ്ലിയാർ ബാക്കി പറയട്ടെ. നമുക്ക് ഇതിനൊക്കെ തിരിച്ചു ചോദിക്കാനുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകിച്ചും പറയട്ടെ എന്ന് വിചാരിച്ച് വിടുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത സംസാരം 1818 രണ്ടാം ദൗലത്തു സൗദിയ, 1921 മൂന്നാം ദൗലത്തു സൗദിയ. അപ്പോഴും സൗദി അറേബ്യ വന്നിട്ടില്ല. അങ്ങനെ 1921 മൂന്നാം ദൗലത്തു സൗദിയ ഉണ്ടാക്കിയതിനു ശേഷമാണ് 1922 26 വീണ്ടും മക്കയിലും മദീനയിലും ജന്നത്തുൽ ബഖയിലും ഒക്കെ ഉണ്ടായിരുന്ന കുംഭകാരണങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി. വിശ്വാസികൾ വീണ്ടും അതൊക്കെ ഉയർത്തിക്കെട്ടിയപ്പോ 1926 നടന്ന വീണ്ടും തകർക്കൽ സമരത്തിൽ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന ചിത്രം. അപ്പോൾ ഇന്ന് നമ്മൾ സൗദിയിൽ കാണുന്ന ഈ മക്ബറകളൊക്കെ തച്ച് തകർത്തത് 1926 ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതലേയുള്ള മക്ബറകളും കാര്യങ്ങളും മുമ്പ് തകർക്കപ്പെട്ടു. രണ്ടാമത് 1926 വീണ്ടും സമസ്തക്കാരായ ആളുകളൊക്കെ അവിടെ സമസ്തായിസം പേറുന്ന ആളുകളൊക്കെ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ കടമെടുത്താണ് ഞാനിത് പറയുന്നത്. പിന്നെ ഈ സമസ്തയൊക്കെ വെച്ച് പുലർത്തുന്ന, വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകൾ മക്കയിലുണ്ടായിരുന്നു. അവർ ഇതേപോലെ പച്ചക്കുബ്ബയും അതേപോലെ ഇതെല്ലാം തിരിച്ച് കെട്ടി ആ സമയത്ത് വീണ്ടും ഭരണത്തിലേക്ക് വന്ന ഈ പിന്നെ വഹാബികൾ അതൊക്കെ അടിച്ച് നിരപ്പാക്കി ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് അതാക്കി. അപ്പോൾ ഇന്നും അവിടെ ആരുണ്ട്? വഹാബികളാണ് ഉള്ളത്. മക്കയിലും മദീനയിലും ഒക്കെ വഹാബികളുടെ ആധിപത്യത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ഇന്നും ആ രൂപത്തിൽ കാണുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തുക. ഇനിയും അദ്ദേഹം പറയട്ടെ. ഇനി ഞാൻ പറയുന്ന കണക്കുകൾ മറക്കരുത്. ഓക്കെ.
ഇവിടെ എല്ലാവർക്കും ഖുർആൻ ഹദീസ് ഒന്നും ഓതിയിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ സൗദി അറേബ്യയിലില്ലല്ലോ, മക്കയിലില്ലല്ലോ, കഅബ നിൽക്കുന്നിടത്തില്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ മദീനയിലില്ലല്ലോ. ദുനിയാവിൽ ഒരു സ്ഥലത്തും ഒരു കിതാബിലും മക്കയെയും മദീനയെയും നോക്കി ദീന് പഠിക്കണമെന്നോ ദീന് പറയണമെന്നോ പറഞ്ഞിട്ടില്ല. വളരെ സത്യമായ കാര്യമാണ്. അപ്പോ വിശ്വാസികളായ ആളുകൾ, കൺഫ്യൂഷൻ ഉള്ള ആളുകൾ, എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒന്നാമത്തെ ദൗലത്ത് സൗദിയ വരുന്നത് 1744 കൃത്യമായ കണക്കാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ധന്യമായ ഒരു ജീവിതത്തിന്റെ തിരശീല നടത്തി കാലയമലികക്കുള്ളിൽ മറഞ്ഞത് ക്രിസ്താബ്ദം 632 ക്രിസ്താബ്ദം 632 മുതൽ ഒന്നാം ദൗലത്ത് സൗദിയ എന്ന് പറയുന്ന ഈ പിന്തിരിപ്പൻ ആശയം വരുന്നത് വരെ 1112 കൊല്ലം 1112 കൊല്ലം മുഹമ്മദ് റസൂലുള്ളാഹിയും അവിടുത്തെ അനുചര സഹകളത്ര ബന്ധുമിത്രാദികളും അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്ത് നിന്ന് പഠിച്ച സ്വഹാബികളും അവരെ പഠിച്ചവരും നിലനിന്ന 1112 കൊല്ലം നിലനിന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ? അതാണോ ശരി? അതല്ല. 1744 ആദ്യമായി ഉണ്ടാക്കിയ ദൗലത്ത് സൗദിയ മുതൽ ഇന്ന് 2025 വരെ നോക്കുമ്പോ 281 കൊല്ലമായി വന്ന പുതിയ പ്രസ്ഥാനത്തിന്റെ കൂടെ. അപ്പോ 1112 കൊല്ലം അവിടെ പിന്നെ പ്രവാചകനും സഹാബാക്കളും പഠിപ്പിച്ച ആ ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നും പിന്നീട് അതൊക്കെ തച്ച് തകർക്കപ്പെടുകയാണ് വഹാബികൾ ചെയ്തത് എന്നുമാണ് ഇദ്ദേഹം ഈ പറഞ്ഞു വരുന്നത്. ഇത്രയും ഡെക്കറേഷൻ ഇട്ട് ഇദ്ദേഹം പറഞ്ഞു വന്നതിന്റെ ആകത്തുക എന്ന് പറയുന്നത് അതാണ്. അപ്പോ ഒന്ന് നമ്മൾ എന്താണ് ഉസ്താദ് പറഞ്ഞത്, നമുക്ക് മക്കയിലേക്ക് നോക്കൂ, മദീനയിലേക്ക് നോക്കൂ എന്നതല്ല ദീനിൽ തെളിവ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ അവകാശവാദം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നമ്മുടെ പല ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു. എന്താണ്? സൗദിയിലേക്കും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യം ശരിയല്ല. ഇവർ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി ഇതൊക്കെ ഇവിടെ ഇല്ലാണ്ടാക്കിയതാണ്. അതാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. നമുക്ക് സൗദിയിൽ നിന്ന്, അതായത് മക്കയുടെയും മദീനയുടെയും ഒക്കെ ഭരണാധികാരികളിൽ നിന്ന് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കേണ്ടത്? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല പിന്നെ കള്ളനായിരുന്നോ? കൊള്ളക്കാരനായിരുന്നോ? ഇസ്ലാമിക നിയമങ്ങളെ അട്ടിമറിച്ച ആളായിരുന്നോ? ഇതൊക്കെ തച്ചു തകർത്ത ആളായിരുന്നോ? അതൊക്കെ നമുക്കറിയണ്ടേ? ഇപ്പോ സമസ്തയുടെ ആളുകളൊക്കെ പോയി തുടർന്ന് നിസ്കരിക്കുന്ന, ഇവരൊക്കെ പണ്ഡിതന്മാർ പോയി കൈ കൊടുക്കുകയും സലാം പറയുകയും ചെയ്യുന്ന, വലിയ ഇമാമായി കാണുന്ന, ഇവരുടെ പല ആളുകളും വലിയ സംഭവമായി സെൽഫി ഫോട്ടോയും വലിയ മറ്റു രീതിയിൽ ഫോട്ടോയും ഒക്കെ എടുത്ത് അത് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലും ഒക്കെ ഷെയർ ചെയ്യുന്ന, അതുപോലെ തന്നെ വലിയ അഭിമാനത്തോടെ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ പലതും സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ നേതാക്കന്മാരെ ആളുകളെ തന്നെ ആവേശത്തോടെ സംസാരിക്കുന്ന, സൗദിയുടെ പ്രത്യേകിച്ച് ഹറമിന്റെ ഒക്കെ ഭരണാധികാരിയായ അവിടുത്തെ ഇമാമായ ഷെയ്ഖ് സുദൈസ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. أسفرت عن التمكين المكين لهذا الدين المتين بعد المراغمة مع جحافل الزيغ والباطل التي اندحرت بفضل الله فليلة العرنين. وكان من هذه الدعوات المباركات الطيبات الزاكيات دعوة الإمام المجدد إمام الدعوة الشيخ محمد بن عبد الوهاب رحمه الله وطيب ثراه. قد قام في الدنيا مقام هداية يدعو إلى التوحيد والإيمان وأضاء نورا لم يزل متألقا يهدي به لله كل أواني. لقد كانت دعوة الإمام محمد بن عبد الوهاب رحمه الله دعوة تجديدية لمن درس من معالم الملة والدين، تصحيحية لما فسد من معتقدات بعض المسلمين، حاربت البدع والخرافات والآراء الشاذة والضلالات. لم تكن دعوة إلى دين جديد ولا إلى مذهب خامس، بل ترسمت هدي سيد الأنبياء والصحابة الأصفياء والتابعين الأوفياء في العمل بالكتاب والسنة، وهي بريئة كل البراء عن مباءات التكفير ومنهج الخوارج الخطير. ومع ذلك لقيت هذه الدعوة الإصلاحية من المزاعم والافتراءات والتشويه والشائعات الغفير والكثير. ومع أننا في زمن المعلومة الصحيحة وإن ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇവിടെ ഇസ്ലാമിക പ്രബോധനമാണ് നടത്തിയത്. ഷിർക്കിനും ഖുറാഫാത്തിനും എതിരെയാണ് പ്രബോധനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെതിരെയാണ് സംസാരിച്ചിട്ട് എന്ന രൂപത്തിലുള്ള ഒരു സംസാരമാണല്ലോ നമ്മൾ കേട്ടത്. അത് മുജദ്ദിദാണ് എന്ന് പറഞ്ഞു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല. ഇതൊന്നും സമസ്തക്കാർ ഒരിക്കലും അംഗീകരിക്കില്ല, അവർക്ക് ദഹിക്കില്ല. റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ സംസാരം നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇത് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വഹാബ് സക്കാഫി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പല മുസ്ലിയാക്കന്മാരും ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ പച്ചത്തെറി വിളിക്കുന്ന ആളുകളാണ് എന്ന് നമുക്കറിയാം. ഇവരുടെ നേതാവായ അഹമ്മദ് സൈനി ദഹലാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്ന് നമുക്കറിയാം. അതൊക്കെ തന്നെയാണ് ഇവർ വന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഓക്കാനിക്കുന്നത് നമുക്കറിയാം. ഇവരുടെ മർക്കസ് എന്ന സർക്കസ് കൂടാരം തറക്കല്ലിടാൻ വന്ന
പണ്ഡിതൻ തന്നെ അതിനൊക്കെ എതിരെ ലേഖനങ്ങൾ എഴുതിയതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹി അല്ല നമുക്ക് ദീനിൽ തെളിവ് എന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ വിഷയം എന്താണ്? മുസ്ലിയാരുടെ പ്രശ്നം എന്ന് പറയുന്നത് പല ആളുകളും കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് പോയി ജാറത്തിലും മക്ബറയിലും അതുപോലെ തന്നെ നേർച്ചകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്ന മുസ്ലിയാക്കന്മാർക്ക് മണിയൊക്കെ കൊടുത്തിരുന്ന ആളുകൾ സൗദി പോയി തിരിച്ചു വരുമ്പോൾ ഇവർക്കൊന്നും കൊടുക്കുന്നില്ല, ഇവർക്ക് ചുരുട്ടുന്നില്ല. അവരൊക്കെ പറയുന്നു അത് അവിടെ ഇല്ലല്ലോ, അത് ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ അവിടെ കാണുന്നില്ലല്ലോ, വിഭജനം അവിടെ കാണുന്നില്ലല്ലോ, കണ്ണോക്ക് അവിടെ കാണുന്നില്ലല്ലോ, ഷാദിലി അവിടെ കാണുന്നില്ലല്ലോ, അങ്ങനെ തുടങ്ങി സകല മുസ്ലിയാക്കന്മാർ മതത്തിന്റെ പേരിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ പ്രതിക്കൂട്ടിലാകുന്നു. അതിന്റെ അരിശം തീർക്കുവാൻ വേണ്ടി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ പച്ചത്തെറികൾ വിളിക്കുകയും ഒരുപാട് ആരോപണം ഉന്നയിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഇനി മുസ്ലിയാക്കന്മാർ നമ്മളോട് പറയേണ്ടത് ഒന്ന്, ഇത്രയും പറഞ്ഞ അവസ്ഥയ്ക്ക് നമ്മളോട് പറയേണ്ടത്, ഇനി നിങ്ങൾ സൗദി അറേബ്യയിൽ പോയി ഉംറ നിർവഹിച്ചാൽ, അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചാൽ അവിടെ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജമാഅത്ത് നടക്കും. ആ ജമാഅത്തിൽ നിങ്ങൾ മാറി നിൽക്കാറാണോ പതിവ്? അതുപോലെ തന്നെ ഈ പറയുന്ന ഷെയ്ഖ് സുദൈസിനെയും ഷെയ്ഖ് ഷുറൈമിനെയും പോലെയുള്ള പണ്ഡിതന്മാർ, അവരോട് നിങ്ങൾക്ക് സലാം പറയാൻ പറ്റുമോ? അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? കാരണമുണ്ട്. കാന്തപുരം കേരളത്തിലെ APEK സമസ്തയിൽപ്പെട്ട EK വിഭാഗത്തിന്റെ ഒരു പ്രോഗ്രാമിൽ കാന്തപുരത്തെ കുറിച്ച് EK സമസ്തയുടെ കുട്ടികൾ മുസ്ലിയാക്കന്മാരോട്, വലിയ മുസ്ലിയാക്കന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആള് റസൂലുള്ളാന്റെ മുടി കൊണ്ടുവന്ന് സാധാരണക്കാരെ, റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറഞ്ഞ ഏതോ ഒരു പെണ്ണിന്റെ മുടി കൊണ്ടുവന്ന് സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്നു. അയാൾ ഒരു കസ്ദാബാണ്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ഒരാളെ നമുക്ക് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിന്റെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. എങ്കിൽ അതിനേക്കാളും ക്രൂരനായി നിങ്ങൾ ചിത്രീകരിക്കുന്ന, നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുന്ന, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ അംഗീകരിക്കുന്ന, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്ന് പറയുന്ന ഷെയ്ഖ് സുദൈസിനെയും ഷെയ്ഖ് ഷുറൈമിനെയും ഒക്കെ നിങ്ങൾക്ക് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അതൊന്ന് നിങ്ങൾ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്ക്. മക്കയിലേക്കും മദീനയിലേക്കൊക്കെ ആളുകൾ പോകുന്നുണ്ടല്ലോ, ആ പോക്കൊക്കെ നിങ്ങൾ നിർത്തിക്കുമോ? അങ്ങനെയുള്ള രാജ്യത്തേക്ക് നിങ്ങൾ പോകണ്ട, വഹാബികളുടെ രാജ്യത്തേക്ക് നിങ്ങൾ പോകണ്ട എന്ന് സമസ്തക്കാരോട് നിങ്ങൾ പറയുമോ? നിങ്ങൾ ഈ രീതിയിൽ വൈകാരികമായൊക്കെ സംസാരിക്കുകയാണ്. നമുക്ക് ഈ രീതിയിലുള്ള ചോദ്യം ചോദിക്കാൻ അർഹതയുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചോദ്യം ചോദിച്ചത്. വീണ്ടും പറയുന്നു, സൗദി അറേബ്യയിലെ ദീനിൽ തെളിവ്, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയിലെ ദീനിൽ തെളിവ്. മനസ്സിലായല്ലോ? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്ന് പറഞ്ഞ് ഇബ്നു അബ്ദുൽ വഹാബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്നെ ഈ ഭൂമിയിൽ ജനിച്ചില്ല എന്ന് വെക്കുക, എങ്കിലും ദീൻ ഇവിടെ ഉണ്ടാകും. മനസ്സിലായല്ലോ? ദീൻ ഇവിടെ ഉണ്ടാകും. ഈ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞ ആദർശത്തിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദ്യം ചെയ്യുക. അതിന് ഗണ്ണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗണ്ണിക്കാം. സാധാരണക്കാരായ ആളുകൾ നിങ്ങളോട് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, സൗദിയിൽ പോയിട്ട് ഇങ്ങനെ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാമാണികമായി അത് തെളിയിക്കുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഒരു മക്ബറ പൊളിച്ചു, ജാറം പൊളിച്ചു എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായി തെളിവാണല്ലോ വേണ്ടത്. എങ്ങനെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറയും. നമുക്കൊന്ന് കാണാം. എല്ലാറ്റിലും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനുണ്ട്. വാല്യബിൾ ആണോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല. ഈമാനിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു. വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം. ഇതാണ് യഥാർത്ഥ അഹ്ലുൽ ഇസ്ലാം. അപ്പോൾ എന്താണ് ദീനുൽ ഇസ്ലാം എന്ന് നമ്മൾ കൃത്യമായി നിങ്ങളുടെ നേതാവിന്റെ വായിൽ നിന്ന് കേട്ടു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കൾ എങ്ങനെ വിശ്വസിച്ചോ, അവരെങ്ങനെ ജീവിച്ചോ, അവരെങ്ങനെ ആചരിച്ചോ, അതുപോലെ ജീവിക്കലാണ്, അതുപോലെ ആചരിക്കലാണ്, അതുപോലെ അനുഷ്ഠിക്കലാണ്, അതുപോലെ വിശ്വസിക്കലാണ് ഇസ്ലാം. അപ്പോൾ ഇനി സ്വാഭാവികമായുള്ള ഡൗട്ട്, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിന് പരിചയമില്ലാത്ത എന്താണ് കൊണ്ടുവന്നത്? എന്ത് പുത്തനാശയമാണ് അദ്ദേഹത്തിന്റെ വകയായി വഹാബിസമായി അദ്ദേഹം ഇറക്കുമതി ചെയ്തത്? അതൊരു വിഷയമാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ അവിടെ പോയി അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറയുമ്പോൾ പച്ചക്കുബ്ബ പൊളിച്ചു, ജാറം അടിച്ചു തകർത്തു,
എന്നൊക്കെയാണ് മുസ്ലിയാർ ഇവിടെ വലിയ കാര്യമായി കൊണ്ട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്താക്കണം, ആ വിഷയത്തിൽ തന്നെ ഒരു തീർപ്പ് കൽപ്പിക്കണം. നമുക്ക് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ചില ജാറങ്ങളിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ഒരു നിമിഷം കാണാം. ഓം നമ ശിവായ നമഃ മാഭക്തി മംഗളം ഗോകർണപീതം പതായേ ഇതിൽ വന്ന വോയിസ് ശ്രദ്ധിക്കണം. മംഗളം ഭോജികേ മംഗളം പൂജാതിസംതാ. ഇതിൽ വന്ന വോയിസ് നമുക്ക് വിടാം. നമുക്ക് ഇപ്പൊ ഇവിടെ കണ്ട സംഭവങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ ആളുകൾ കബറിൽ സുജൂദ് ചെയ്യുന്നു, കബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, അതിന്റെ പ്രത്യേക ഞാലി കെട്ടിയിട്ടുണ്ട്, അവിടെ കബറിന്റെ മുകളിൽ ഒരു പച്ചത്തുണി, അതിന്റെ മുകളിൽ വെള്ളത്തുണി, പിന്നെ അതുപോലെ തന്നെ എണ്ണവിളക്ക്, അതുപോലെ പണപ്പെട്ടി ഒക്കെ ഉണ്ട്. ഇത് ആര് പഠിപ്പിച്ചതാണ്? സഹാബാക്കൾ പഠിപ്പിച്ച ദീനിലുള്ളതാണോ? നേരത്തെ പൊളിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്കുള്ള സഹാബാക്കളും അതുപോലെ തന്നെ തബകളും ചെയ്തതാണോ? ഉണ്ടെങ്കിൽ എന്താണ് പ്രമാണം? അത് നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇനി രണ്ടാമത്തത് ഉറൂസ് ഉത്സവം, ജാറവുമായി ബന്ധപ്പെട്ട മകൻ മാഹീൻ അബൂബക്കർ വലിയും കല്ലടി മസ്താൻ ബാവയും വളരെ പ്രസിദ്ധരാണ്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഒരുപാട് മനുഷ്യർ അണയുന്നൊരിടം. അങ്ങ് അറേബ്യയിൽ നിന്ന് അണഞ്ഞതും വൈദ്യശാസ്ത്രവും ശുശ്രൂഷയും. ഇങ്ങനെയുള്ള ഉറൂസ് ഉത്സവങ്ങൾ ആര് പഠിപ്പിച്ചതാണ്? ഇത് വേറെ ഇതിനുള്ളിലെന്താ? അതിനുള്ളിലെന്താ? ഞാനോ? ഇത് കല്ലാണല്ലോ. ഓക്കെ. അപ്പോ നമ്മളിപ്പോ രണ്ടാമത് വേറെ സംഭവം, അത് കുറെ ഉണ്ട്, ആ ക്ലിപ്പിൽ അതിൽ കുറെ അദ്ദേഹം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് ആര് പഠിപ്പിച്ചതാണ്? നിങ്ങളൊന്ന് പറഞ്ഞു തരണം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നിങ്ങൾ കണ്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടില്ലേ? ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആര് പഠിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ നമുക്ക് പറഞ്ഞു തരണം. അതിന് നിങ്ങളുടെ തൊള്ളപടായി അല്ല വേണ്ടത്, പ്രാമാണികമായി തന്നെ അത് തെളിയിക്കണം. പിന്നെ നിങ്ങളുടെ വിഷയം അവിടെ ഇല്ലല്ലോ എന്നതാണ്. അവിടെ എന്തില്ല എന്ന്? നിങ്ങൾ ഈ ചെയ്യുന്ന പോലെ ഉറൂസ് ഉത്സവങ്ങളില്ല. മനസ്സിലായല്ലോ? ഈ പറയുന്ന കാര്യങ്ങൾ, പച്ചക്കുപ്പ കെട്ടി എന്താണ് പറഞ്ഞത്, കുറെ ജാറങ്ങൾ അടിച്ചു പൊളിച്ചു, കബറുകൾ അടിച്ചു പൊളിച്ചു, അത് പ്രവാചകന്റെ കാലഘട്ടം മുതലേ ഇല്ലത് സഹാബാക്കളൊക്കെ ചെയ്തു വെച്ച ഒരു കാര്യമാണല്ലോ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വന്ന് അടിച്ചു പൊളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ സൗദിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇസ്തിഹാസ ഖബർ സിയാറത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നതൊക്കെ അവിടെയുള്ള ആളുകൾ എതിർക്കുന്നു എന്നാ പറഞ്ഞു. നിങ്ങൾ അതിന്റെ ഒരു സീൻ കണ്ടോ? أي دولة الآن في الإسلام مثل هذه الدولة؟ ولكن العاقل ينظر إلى عظم الخير الموجود، توحيد فلا يوجد قبر يعبد من دون الله، السنة فلا توجد راية ظاهرة للبدعة. തലയിൽ കിട്ടിയിട്ട് ഒരു സമസ്ത മുസ്ലിയാരെ പോലത്തെ ഒരാള് അവിടെ നിന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള പോലീസുകാരൻ, മിലിറ്ററിക്കാരൻ അയാളെ ആട്ടി അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള കബറിന്റെ അടുക്കൽ സുജൂദ് ചെയ്യുന്നു, ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നം. മനസ്സിലായല്ലോ? ഇത് ഭരണം പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ആ രാജ്യം പിടിച്ചെടുത്തു. എന്റെ വഹാബിസം അവിടെ പ്രചരിപ്പിച്ചു, വഹാബിസത്തിന്റെ നിയമപ്രകാരമാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്നൊക്കെയാണ് ഇവിടെ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവരുടെ പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ റസൂലുള്ളാഹിന്റെ കാലം മുതലേ കാലം മുതലേ ഇങ്ങനെ ഉണ്ട് എന്നാണല്ലോ മുസ്ലിയാരുടെ വാദം. അങ്ങനെയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അതാര് കെട്ടിപ്പൊക്കിയതെന്ന് നമുക്ക് അറിയേണ്ടതില്ലേ? അങ്ങനെയാണല്ലോ ഓരോ വിഷയങ്ങൾ പഠിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കെട്ടിപ്പൊക്കിയത്, ഇസ്ലാമിൽ എന്ത് കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നേരത്തെ നമ്മുടെ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഖലീൽ ബുഖാരി പറഞ്ഞത് എന്താണ്? ഖലീൽ ബുഖാരി പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ദീൻ കേട്ടുപഠിച്ച സഹാബാക്കൾ എങ്ങനെ ചെയ്തുവോ ആ രീതിയിലാണ്. ഇസ്ലാമിന്റെ ഒരു ഉസൂലുണ്ടല്ലോ, ഒരു നിയമമുണ്ടല്ലോ, എന്താണ്? അൽ ഇസ്നാദു മിനദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മുബാറക് റഹിമഹുല്ലാ പറഞ്ഞ ഒരു ഇബാറത്ത് നമുക്കറിയാമല്ലോ. അൽ ഇസ്നാദു മിനദ്ദീൻ വലഉൽ ഇസ്നാദു ലഖാല മൻ ഷാ മാ ഷാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇബാറത്ത് നമുക്കറിയാമല്ലോ. അന്നേരം ഇസ്ലാമിൽ കൃത്യമായി സനദ് ഉണ്ടാകണം, പരമ്പര ഉണ്ടാകണം. ആ ഒരു പരമ്പര അടിസ്ഥാനത്തിൽ നമ്മുടെ ഉസ്താദ് അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം കബർ കെട്ടിപ്പൊക്കി കാണിച്ചേണ്ടത് ആരാണ്? മഹാന്മാരുടെ കബർ കെട്ടിപ്പൊക്കി ജാറം ഉറൂസും ഉത്സവവും ഒക്കെ നടത്തുകയാണെങ്കിൽ ആദ്യം കെട്ടിപ്പൊക്കി തരേണ്ടത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. ബദരീങ്ങൾ എന്നാണ് ഉണ്ടായത്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണല്ലോ ബദരീങ്ങൾ. കുറെ സഹാബാക്കൾ മരണപ്പെട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ നേതാക്കന്മാരാണല്ലോ. ആ ബദരീങ്ങളെ ഖബർ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവ് കാണിക്കുക. മനസ്സിലായല്ലോ? ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കുക. ഇനി പല യുദ്ധങ്ങളിലും ഷഹീദായ ഒരുപാട് ശുഹദാക്കളുണ്ട്, അവരുടെയൊക്കെ ഖബർ ഇതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കുക. അങ്ങനെയാണല്ലോ വരേണ്ടത്. ഇപ്പൊ ഇയാൾ പറഞ്ഞ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതലേ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അങ്ങനെയാണല്ലോ വരേണ്ടത്. അവർ പച്ചക്കുപ്പ കെട്ടിപ്പൊക്കിയതും അതേപോലെ തന്നെ ഈ രീതിയിൽ കബർ കെട്ടിപ്പൊക്കുകയും ഇപ്പോൾ ഞങ്ങൾ ചില രംഗങ്ങൾ കാണിച്ചല്ലോ, ആ രീതിയിലുള്ള ഉറൂസും ഉത്സവവും കബർ കെട്ടിപ്പൊക്കി ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അവിടെ സുജൂദ് ചെയ്യുക, ഇങ്ങനെയുള്ള പൂജകൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അവരോട് പ്രാർത്ഥിക്കുക, മനസ്സിലായി, അവിടേക്ക് നേർച്ചയാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഈ പറയുന്ന ഇബ്നു അബ്ദുൽ വഹാബ് പൊളിക്കുന്നത് വരെയുള്ള കാലയളവിൽ അവിടെ ഉണ്ടായിരുന്നു.
അതൊക്കെ തച്ച് തകർത്തതാണ് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ തെളിവൊന്ന് ഹാജരാക്കുക. പിന്നെ സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച് ഇപ്പൊ നമ്മളെ പിന്നെ ഖലീൽ ബുഖാരി പറഞ്ഞ ഒരു അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച സഹാബാക്കൾ അതിൽ ഒരു സംശയം നമുക്ക് ആർക്കില്ലല്ലോ. സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി അതുപോലെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയുമ്പോൾ തന്നെ പറയുന്നതാണ് ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ് ഫഹുമുസ് സഹാബ, ഇങ്ങനെയാണല്ലോ പറയാറുള്ളത്. എങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സഹാബാക്കൾ കെട്ടിപ്പൊക്കിയോ? ആയിഷ ബീവിയുടെ വീട്ടിനകത്താണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. എങ്കിൽ അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ, ഉമർ റളിയല്ലാഹുവിന്റെ ഒക്കെ ഖബർ സഹാബാക്കൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തുമ്പോൾ അതിന് കൃത്യമായ മറുപടി നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു തരും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയട്ടെ. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. എന്താണ് ഇവിടെ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. അവിടെ തീർന്നോ? ഇല്ല, അവിടെ തീർന്നോ? ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്, ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. പിന്നെ എങ്ങനെയാ ഉസ്താദെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വരുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതലേ ഇല്ല ഖബർ, സഹാബാക്കൾ കെട്ടിപ്പൊക്കിയ ഖബർ, അതൊക്കെ ഇങ്ങനെ ഉയരത്തിൽ വന്നത്? ഏറ്റവും ശ്രേഷ്ഠമായത് വിട്ട് സഹാബാക്കൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ തെളിവ് കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ പേരോട് പറഞ്ഞത് കളവാണെന്ന് പറയേണ്ടി വരും. മനസ്സിലായല്ലോ? ഇനി നിങ്ങളുടെ മറ്റൊരു ചില കാര്യങ്ങളുണ്ട്, മറ്റു ചില ചില രംഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമികമാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നമുക്ക് ഷാദിലി ഡീജ കാണാം. ഈ ഒരു തവളച്ചാട്ടം സൗദിയിലുണ്ടോ എന്നാണല്ലോ നിങ്ങളോട് ചോദിക്കുന്നത്. ആര്? നിങ്ങളുടെ സാധാരണക്കാരെ സമസ്തയിൽ നിന്ന് സൗദിയിലേക്ക് പോയ ആൾക്കാർ, ജാറത്തിലൊക്കെ പോയി പിന്നെ അതേപോലെ തന്നെ നേർച്ചയൊക്കെ കഴിച്ചു പോയ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്നത് ഇതൊക്കെയാണല്ലോ. ഇത് സൗദിയിലുണ്ടോ ചോദിക്കുമ്പോൾ ഇബ്നു അബ്ദുൽ വഹാബ് തച്ച് പൊളിച്ചതാണ്. അതാണ് നിങ്ങളുടെ വാദം. ഇബ്നു അബ്ദുൽ വഹാബിനെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. പ്രവാചകന്റെ കാലം മുതലേ ഇല്ലതാണ് ഇബ്നു അബ്ദുൽ വഹാബ് പൊളിച്ചത് എങ്കിൽ ഈ പറയുന്ന സംഭവം, ഈ കാണേണ്ട സംഭവം നിങ്ങളൊന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ തൊള്ളവടായി അല്ല, നിങ്ങൾ വലിയ സംഭവമാണ്, ഒരുപാട് വർഷങ്ങളും ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത ഒരാളാണല്ലോ. എന്നാലും ഈ ഷാദിലി റാത്തീവ് അല്ലെങ്കിൽ ഷാദിലി ഡീജെ, ഈ ഡീജെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുതലേ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇങ്ങനെ വേണ്ട, വേറെന്തെങ്കിലും ആയിട്ടും മതി. ഈ പറയുന്ന രീതിയിൽ തുള്ളണം, ഈ പറയുന്ന രീതിയിൽ ചെല്ലണം, ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഇതാണല്ലോ ഇല്ല, സൗദിയിൽ ഇല്ല എന്ന് നിങ്ങളുടെ കുഞ്ഞാടുകൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത്, എങ്കിൽ നിങ്ങളുടെ ആശയത്തിലുണ്ടായ ആളുകൾ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞത്. എങ്കിൽ നിങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു, പ്രവാചകന്റെ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്റെ കാലഘട്ടം മുതലേ ഉള്ളത് നിങ്ങളൊന്ന് കാണിക്കുക. അതിന് ശേഷമുള്ളത് വേണ്ട. നമുക്ക് പ്രവാചകന്റെ കാലഘട്ടമാണല്ലോ നോക്കേണ്ടത്. നമ്മുടെ ഖലീൽ ബുഖാരി അങ്ങനെയാണല്ലോ പറഞ്ഞത്. എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്ക്. ഇതേപോലെ കുറെ തലയിൽ കെട്ടിട്ട സഹാബാക്കൾ, അതിന്റെ നടുക്ക് ഒരു ഖലീഫ നേതാവ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആയിക്കോട്ടെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിക്കോട്ടെ, ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നു. എന്നിട്ട് ഇതേപോലെ ദിക്റുകൾ ചൊല്ലിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയതായി എന്തെങ്കിലും ചൊല്ലിയോ അവർ ഇതേപോലെ തുള്ളിയതൊന്നും നിങ്ങൾ കാണിക്ക്. ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ടാക്കി നിങ്ങളൊന്ന് കാണിക്ക്. അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ലാണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ പച്ചത്തറി വിളിക്കലല്ലോ വേണ്ടത്. ഇനി അടുത്തത് കണ്ടോ. അപ്പോൾ നിങ്ങൾ മറ്റൊരു രംഗം കണ്ടു. ഇവിടെ ചോരയെ കൊലിക്കുന്നുണ്ട്, കവിളിലേക്ക് പിന്നെ ശൂലം കുത്തി ഇറക്കിയിട്ടുണ്ട്, എന്തോ ഒരു സംഭവം കുത്തി ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ബ്ലഡ് അതുകൊണ്ട് തന്നെ അല്ലാണ്ട് ഒഴുകുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അവിടെ വലിയൊരു പിന്നെ കുറെ ആളുകൾ കൂടിക്കൊണ്ട് പലതും ചെല്ലുന്നുണ്ട്, പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് സൗദിയിലില്ല എന്നാണല്ലോ നിങ്ങളുടെ ആളുകൾ പറയുന്നു, ഏതാനും ചുരുക്കം ചില ആളുകൾ പറയുന്നു എന്ന് നിങ്ങൾ പരാതി പറഞ്ഞത്. ഇതിന് അതില്ലാതിരിക്കാൻ കാരണം ഇബ്നു അബ്ദുൽ വഹാബ് പ്രവാചകന്റെ കാലഘട്ടം മുതലേ ഇത് അടിച്ചു തകർത്തു എന്നതാണല്ലോ നിങ്ങളുടെ വാദം. എങ്കിൽ ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നത് നിങ്ങൾ തെളിയിക്കുക. മനസ്സിലല്ലോ? അതാണ് നമുക്ക് വേണ്ടത്. ഇബ്നു അബ്ദുൽ വഹാബ് അല്ല ഈ ദീനിൽ തെളിവ്. ഇബ്നു അബ്ദുൽ വഹാബ് അടിച്ചു തകർത്തു, പ്രവാചകന്റെ കാലഘട്ടം മുതലേ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ ആ ഒരു വാദപ്രകാരമാണ് എങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതുണ്ട് എന്നത് നിങ്ങൾ കാണിക്കുക. മനസ്സിലായല്ലോ? അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോയതാണ് എന്നാണ് ആര് പറയുന്നത്? സമസ്തക്കാർ പറയുന്നത്. ആരാണ് പറഞ്ഞത്? ഇവരുടെ നേതാവായ ഖുറാത്തങ്ങൾ പറഞ്ഞത്. അത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം.
അള്ളാഹുവിന്റെ റസൂൽ എന്താണ് നമ്മളെ തൊട്ട് മറഞ്ഞെന്നേ അർത്ഥമുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ എന്താണ് വഫാത്തായിട്ടുള്ള ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് എന്താണ് പോയെന്നേ അർത്ഥമുള്ളൂ. എന്നല്ല അള്ളാഹുവിന്റെ റസൂൽ എന്താണ് മരണമില്ല. അത് ഞാനും നിങ്ങളും എന്താണ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കുമാണ് എന്താണ് മരണം. അള്ളാഹുവിന്റെ റസൂൽ എന്താണ് മറ്റൊരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് മറഞ്ഞെന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല എങ്കിൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ എന്തിനാണ് സങ്കടപ്പെട്ടത്? എന്തിനാണ് അവർ വിഷമിച്ചത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മയ്യത്ത് സഹാബാക്കൾ എങ്ങനെയാണ് കുളിപ്പിച്ചത്? മരിക്കാത്ത ഒരാളെ ജനാസ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ മയ്യത്ത് കുളിപ്പിച്ചെന്ന് പറയുമോ? അതുപോലെ തന്നെ എങ്ങനെയാണ് ഖബറടക്കം ചെയ്തത്? ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലാണല്ലോ ഖബറടക്കം നടക്കുന്നത്. അതിൽ നേരത്തെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു ചാണ് മാത്രമാണ് ഉയരം. അങ്ങനെ ജീവിച്ചിരിക്കുന്ന അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തെ നമ്മളെക്കാൾ ഏറെ സ്നേഹിച്ച സഹാബാക്കൾ ജീവനോടെ ഖബറിൽ കൊണ്ടുപോയി അടക്കി എന്നാണോ നിങ്ങളുടെ വാദം? അതൊന്നും നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചൊറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ വേണ്ടി കാരണം. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ദീന് തെളിവ് അത് വീണ്ടും പറയുന്നു. നിങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാദം, ഈ പറയുന്ന വാദങ്ങളും ഈ പറയുന്ന കോലങ്ങളും ഈ പറയുന്ന സംഭവങ്ങളും ഒക്കെ ആണല്ലോ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എതിർത്ത്. അതാണല്ലോ നിങ്ങളുടെ വിഷമം. എങ്കിൽ ഈ ഒരു വാദം പറഞ്ഞ ആൾ പറയുന്ന പ്രകാരമാണ് എങ്കിൽ, ഈ ഒരു വാദം പറഞ്ഞ ആൾ പറയുന്ന പ്രകാരമാണ് എങ്കിൽ സഹാബാക്കൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ അത് നിങ്ങളൊന്ന് പറയണം. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പകര വാപ്പൂട്ടി മുസ്ലിയാർ ഒരു കല്യാണം നടത്തി കൊടുത്ത കഥ പറയുന്നുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി വഫാത്തായിട്ട് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കാണ് പോയത്. പക്ഷെ സഹാബാക്കൾ പ്രവാചകനോട് ക്രൂരത ചെയ്തു, ജീവനോടെ കൊണ്ടുപോയി കബറിലടക്കി. അതിനുള്ള തെളിവെന്താണ്? നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു ഒരു ചാണ് മാത്രമാണ് ഉയരം, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ആരുടെ കബർ? ഒരു ചാണ് മാത്രമാണ് ഉയരം എന്ന് പറഞ്ഞത് പ്രവാചകന്റെ, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ. മനസ്സിലായല്ലോ? അപ്പോൾ റസൂലുള്ളാഹിനെ കബറടക്കം ചെയ്തിട്ടുണ്ട്, ഒരു ചാണാണ് കബറിന്റെ ഉയരം എന്ന് പറഞ്ഞ അവസ്ഥക്ക് മരണപ്പെടാത്ത പ്രവാചകനെ കൊണ്ടുപോയി കബറിൽ അടക്കം ചെയ്തു എന്നതാണ്. ആ പ്രവാചകൻ എവിടെ വന്നു? വഫാത്തായിട്ടില്ല എന്നാണ് സമസ്തക്കാരുടെ വാദം. ആ പ്രവാചകൻ എവിടെ വന്നു? അത് പകരവാപ്പൂട്ടി പറയും. എത്ര മജ്‌ലിസുകളിലാണ് റസൂലുള്ളാഹി ഹാജറായത്? ഇപ്പോഴതാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിനെ നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട 4-ലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. വിശ്വസ്തരാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയതായി കാണരുത് മുഅ്മിനീങ്ങൾ. നമുക്ക് തങ്ങളൊന്ന് കാണണം. ഉറക്കത്തിൽ കണ്ടവർക്ക് 100-ലേറെ ആളുകൾ, ചെറുതും വലുതുമായി, ചെറിയ മക്കൾ കണ്ടത്, സ്ത്രീകൾ കണ്ടത്, പുരുഷന്മാർ കണ്ടത്, എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എന്റെ അരികിൽ വന്ന് പറഞ്ഞവരും ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞവരും കുറെ തങ്ങൾ വന്നു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നബിയെ എനിക്ക് നല്ലൊരു പെണ്ണിനെ തങ്ങൾ കല്യാണാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് 2 ആളുകളെ പരിചയമുണ്ട്. അതിൽ നാടന്മാരുണ്ട്, മൂല്യമാരുണ്ട്. പച്ച മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞതിന് ഞാനൊരു വിശദീകരണം ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ പ്രവാചകൻ എന്താണ് ഇങ്ങനെ കേരളത്തിൽ വന്നിട്ടുണ്ട്, പല സ്ഥലത്തും വരുന്നുണ്ട്, ഒരുപാട് ക്ലിപ്പ്. എത്ര ക്ലിപ്പുകൾ വേണോ അത്രയും ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായല്ലോ? അത്രയും നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പല സ്ഥലത്തും വന്നത്, പല മജ്‌ലിസിലും വന്നത്, ചില സ്ഥാപനങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി അത് ബായാറിലെ തങ്ങൾ ബായാർ സലാത്തുമായി വരാൻ തന്നെ കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ടാണ് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ലോകം ആധികാരികമായി നിയന്ത്രിക്കുന്നത് റസൂലുള്ളാഹിയാണ് എന്ന് നഈമി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലെങ്ത് കൂടണ്ട എന്ന് വെച്ചിട്ടാണ് അതൊന്നും ക്ലിപ്പ് കാണിക്കാത്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി ജീവനോടെ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് വരാറുണ്ട്. ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ പകരവാപ്പൂട്ടി മുസ്ലിം ഇന്നും ജീവനോടെ ഉണ്ടല്ലോ. ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കണ്ട ആളുകളൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. ഒക്കെയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ നിന്ന് എടുത്തു മാറ്റിയ സി എം മടവൂരിന്റെ കറാമത്തൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, അതേപോലെ ഇന്ന് വഹാബികളുടെ കയ്യിലുള്ള സൗദി ഭരണകൂടം അതൊക്കെ റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ട് തകർക്കാൻ കഴിയാത്തത്? നിങ്ങൾ എന്തേ അങ്ങനെ ഒന്നും ഇപ്പൊ പ്രാർത്ഥിക്കാത്തത്? എന്തേ നിങ്ങൾ അങ്ങനെ ഒരു വാദം ഉന്നയിക്കാത്തത്? അത് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നു. ഈ സമൂഹം ഇതൊക്കെ പോയി സൗദിയിലൊക്കെ നോക്കുമ്പോൾ അവിടെയൊന്നും ഇങ്ങനെയുള്ള വാദങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരൻ ചോദിക്കും, ഇതൊന്നും സൗദിയിൽ കാണുന്നില്ല, അവിടെ ആരും ഇതൊന്നും പറയുന്നില്ലല്ലോ, അവരാരും ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഭരണം നിയന്ത്രിക്കുന്ന, ഇന്നും ലോകം നിയന്ത്രിക്കുന്ന, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകളെ കൺട്രോൾ ചെയ്യുന്ന ഒക്കെ ആയിട്ടുള്ള, ആൺകുട്ടിയെ വേണമെങ്കിൽ ആൺകുട്ടിയെ കൊടുക്കുന്ന, പെൺകുട്ടിയെ വേണമെങ്കിൽ പെൺകുട്ടിയെ കൊടുക്കുന്ന, അങ്ങനെ എല്ലാറ്റിനും കഴിയുന്ന, മരിച്ചവരെ ജീവിപ്പിക്കാൻ പോലും കഴിയുന്ന സി എം മടവൂര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ മഹാനായ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിയാക്കന്മാർക്ക് മോളെ കെട്ടിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ മജ്‌ലിസിലേക്ക് വരുന്നു, നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നു, നിങ്ങളുടെ സദസ്സുകളിലേക്ക് വരുന്നു, ചില ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ചില ആളുകളുടെ പ്രാർത്ഥന കാമ്യം പറയാനിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി നിങ്ങൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടോ CM മടവൂരിനെ കൊണ്ടോ സൗദി ഭരണം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, ഇല്ലെങ്കിൽ സൗദി ഭരണം നിങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കില്ല? അങ്ങനെയുള്ള ഒരു സംസാരം എവിടെയെങ്കിലും നിങ്ങൾ നടത്തിയത് നമ്മൾ കാണുന്നില്ല. അതൊന്ന് പറഞ്ഞു തരണം, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സൗദിയിലില്ല. കാരണം സൗദിയിലുള്ളതൊക്കെ എന്താണ്, പിന്നെ പ്രവാചകന്റെയും സഹാബാക്കളുടെയും കാലഘട്ടം മുതലേയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു തകർത്ത് ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് ആക്കി വെച്ചത് വഹാബികളാണ്. ഇബ്നു അബ്ദുൽ വഹാബും അതേപോലെ തന്നെ അദ്ദേഹത്തിന് അനുയായികളുമാണ്. ഇപ്പോൾ അവരുടെ ഭരണം നടത്തുന്നതും അവരൊക്കെ തന്നെയാണ് എന്നതാണ് നിങ്ങളുടെ വാദം. ഇല്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ മരിച്ചുപോയ ഖുറാത്തങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരണം. അത് അങ്ങനെയല്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയും എഴുതാം, അതിനൊന്നും നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എങ്ങനെയും അതിനെ എഴുതാം. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അത് മറ്റേതാണ്. ജനങ്ങളുണ്ടല്ലോ ഇതെല്ലാം കേൾക്കുന്നത്, അവരത് മനസ്സിലാക്കിക്കോട്ടെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, പക്ഷെ അത് ജനങ്ങൾ മനസ്സിലാക്കിക്കോളും. നിങ്ങൾ എഴുതുകയാണോ അല്ല നിങ്ങൾ പറയുന്നത് ശരിയാണോ, അതൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാവും. അന്തംഗമികളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ജാഹിലികളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പല കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് സാധാ ശൈലിയിൽ ഇപ്പോൾ നിങ്ങൾ ഈ സംസാരിച്ച ഒരു രീതി വെച്ച് നമുക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ കൂടുതലായി ഞാനൊന്നും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, മനസ്സിലായല്ലോ. ഇനിയിപ്പോ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്നത് ഇനി അടുത്തത് ആര് എന്ന് ചോദിച്ചാൽ പവറൊക്കെ ഉള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ കൃത്യമായി ഞാൻ അജ്മീർ ഖാദിനെ സിയാറത്ത് ചെയ്തിട്ട് അവിടുന്ന് ഖാദിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി സിയാറത്ത് ചെയ്തു. അന്ന് രാത്രി ഖാജയെ ഞാൻ കണ്ടു. ഖാജയോട് ഞാൻ ചോദിച്ചു, എന്നോട് CP ഉസ്താദ് അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. CP ഉസ്താദ് നേരിട്ട് പറഞ്ഞ. ഞാൻ ഖാജയോട് ചോദിച്ചു, ഖാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് എന്ന് ഞാൻ ഖാജയോട് ചോദിച്ചു. AP ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? അപ്പൊ ഖാജ പറഞ്ഞു, റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഖാജയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ തൂണാണെന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ, ഔലിയാക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉസ്താദിന് വല്ല സ്ഥാനവുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഖാജ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഔലിയാക്കൾക്ക് ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു ശൂറയുണ്ട്, ഒരു മുഷാവറയുണ്ട്. ആ മുഷാവറയിൽ ഒരു പ്രധാന അംഗമാണ് AP എന്ന് ഖാജ എന്നോട് പറഞ്ഞു എന്ന്. അപ്പോ ഇസ്ലാമിന്റെ നെടുന്തൂണായ, അതേപോലെ തന്നെ ഔലിയാക്കളെ മുഷാവറയിലെ പ്രധാന അംഗമായ, ഒന്നും വേണ്ട രണ്ടും വേണ്ട, ഡയാലിസിസുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ വലിയ മഹാനവറുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഷെയ്ഖ് സുദൈസിനെ പോലെയുള്ള, ഷെയ്ഖ് ഷുറൈമിനെ പോലെയുള്ള ആളുകളുടെ കയ്യിലേക്ക്, സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലേക്ക് എന്തുകൊണ്ട് പ്രവാചകന്റെ കബറിടവും അതുപോലെ തന്നെ സൗദി ഹറമിന്റെയും ഒക്കെ ഭരണം കാന്തപുരത്തിന്റെ കയ്യിലേക്ക് കിട്ടിയില്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടാണ് അവർ കയ്യിൽ കൊടുത്തത്. കാരണം ആ താക്കോല് മദീനത്ത് സെൽഫി അല്ലാണ്ട് ഒരു സുന്നീന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു പൊടി മണ്ണും ഉണ്ടാവൂലേ, നക്കിയിട്ടും ബാധിയിട്ടും ആരും വിടൂലായിരുന്നു. അത് ഉള്ളതുകൊണ്ട് അവിടെ സിയാറത്ത് ശരിക്കും നടന്നു പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാമായിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ തിരിച്ചു പിടിക്കുകയും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലുള്ള പച്ചക്കുബയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും പടുത്തുയർത്താമല്ലോ. ലോകം തന്നെ നിയന്ത്രിക്കുന്ന, ലോകം തന്നെ കൺട്രോൾ ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പിന്നെ CM മടവൂര്, മനസ്സിലായല്ലോ, ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ, നിങ്ങളുടെ കൂട്ടത്തിലേക്ക്, നിങ്ങളുടെ സദസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രവാചകൻ, അതുപോലെ തന്നെ പിന്നെ മഹാന്മാരുടെ വലിയ ടീം, മഹാന്മാരുടെ ലോകത്തുള്ള മുഴുവൻ മഹാന്മാരുടെയും മുഷാവറയിലെ പ്രധാന അംഗമായ കാന്തപുരം ഇന്നും ജീവിച്ചിരിപ്പന്നെയുണ്ട്. ഒന്ന് പെട്ടെന്ന് ഒരു തീരുമാനമാക്കിക്കൂടെ നിങ്ങൾക്ക്? അദ്ദേഹം മരിച്ചതിന് ശേഷം വീര്യം കൂടും, അത് വേറെ വിഷയം. പക്ഷെ ഇന്ന് ഒന്ന് പറഞ്ഞൂടെ? അല്ല, നിങ്ങളുടെ ആളുകൾ പറയുന്ന ഒരു വാദമുണ്ട്. സൂറത്തുൽ മാഇദയിൽ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്ത് ഇസ്തിഹാസക്ക് തെളിവായിക്കൊണ്ട് നിങ്ങൾ പറയാറുള്ളത്, മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നാണ്. ഇപ്പോൾ ഔലിയാക്കളുടെ മുഷാവറയിലെ പ്രധാന അംഗം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന ഒരു മഹാന്റെ പേര് പറയാൻ പറ്റുമോ എന്ന്. ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ നടന്ന ഒരു സംവാദമാണ്, ഏതാണ്ട് 10 വർഷത്തിന്റെ ഇടയ്ക്കായി തോന്നുന്നു. അതിൽ ബഹുമാന്യനായ സുഹൈൽ യൂസഫ് ചോദിച്ചപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ഹാലിളകി, ദേഷ്യം പിടിച്ചു. മനസ്സിലായല്ലോ? ഈ രീതിയിലൊക്കെയാണ്. എങ്കിലും നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ കാന്തപുരത്തിന് അത്ര ഭയങ്കര കറാമത്തുള്ള, ഭയങ്കര കഴിവുള്ള, വലിയ സംഭവമായിട്ടുള്ള, ഔലിയാക്കളുടെ മുഷാവറയിൽ അംഗമായിട്ടുള്ള ഈ കാന്തപുരം എന്തുകൊണ്ട് സൗദിയുടെ ഭരണം എന്തിന് നരേന്ദ്രമോദിനൊന്ന് നിങ്ങൾക്ക് തായിറക്കി തരാൻ പറ്റുമോ? മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഒന്ന് നിങ്ങൾ ആ നരേന്ദ്രമോദിനെ തായിറക്കി തരുമോ? നിങ്ങളുടെ സൗദി അറേബ്യനെ വിട്, സൗദി അറേബ്യൻ ഇബ്നു അബ്ദുൽ വഹാബിനെയും വിട്. നിങ്ങളിവിടെ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്നു ലോകം നിയന്ത്രിക്കുന്ന CM മടവൂർ, ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന CM മടവൂർ. അല്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നമ്മുടെ കൈമ രേഖയുണ്ട്. ഒന്ന് വഹാബികളെ ചീത്ത പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് തീരുമാനമാക്കി തന്നുകൂടെ?
വഹാബികളെ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റുമല്ലോ, ശരിക്കും സമൂഹത്തെ പറ്റിക്കാൻ പറ്റുമല്ലോ. അതുപോലെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ രീതിയിൽ പറ്റിക്കേണ്ട ആവശ്യമില്ല, വലിയ രീതിയിൽ തന്നെ പറ്റിക്കുക. അതാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്കൊന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ അതൊന്ന് കാണിച്ചു തരണം. ഏതാണ്ട് വലിയൊരു ടൈം തന്നെ ഞാനിപ്പോൾ സംസാരിക്കേണ്ടി വന്നു. ഇതിങ്ങനെ ഈ രീതിയിൽ കുറച്ച് വിശാലമായി തന്നെ പറയാം, മറ്റുള്ള വിഷയങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാം. നിങ്ങൾ തന്നെ പറഞ്ഞു സൗദി അല്ല ദീനിലെ തെളിവ്. പിന്നെ നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പ്രവാചകന്റെ കാലഘട്ടം മുതൽ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അടിച്ച് തകർത്തു, പച്ചക്കുബ്ബ തകർത്തു, ജാറങ്ങൾ തകർത്തു, വലിയ വലിയ മക്ബറുകളൊക്കെ പൊളിച്ചു നിരത്തിയത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണ് എന്നൊക്കെയാണല്ലോ വാദം ഉന്നയിച്ചത്. ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതൊക്കെ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് നിങ്ങൾക്ക് ഒരു പ്രഭാഷണ രൂപത്തിൽ, ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണ രൂപത്തിലാണ്. അങ്ങനെ നമുക്കിത് പഠിക്കാമല്ലോ, ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. മനസ്സിലായല്ലോ? തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റിദ്ധാരണ മാറ്റാൻ ഷെയർ ചെയ്യണം എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ ആദ്യ സംസാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതും ഷെയർ ചെയ്യാം. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഒരു കൃത്യമായി പ്രവാചകന്റെ കബർ മുതൽ അതിന്റെ മുമ്പുള്ള ബദരീങ്ങളുടെ കബർ മുതൽ അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടം മുതലേ കബർ കെട്ടിപ്പൊക്കുന്നു, പച്ച ഷാൾ പുതപ്പിക്കുന്നു, ജാറമുണ്ടാക്കുന്നു. ഇവിടെ കേരളത്തിൽ ഇന്ന് ജാറുമായി ബന്ധപ്പെട്ട് കാണുന്ന രൂപത്തിലൊക്കെ അന്ന് മുതലേ ഉണ്ട് എന്നത് നിങ്ങളൊന്ന് പ്രാമാണികമായി തെളിയിക്കണം. റസൂലുള്ളാഹിന്റെ കബറും കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, അതിൽ ജാറം മൂടിയിട്ടുണ്ട്, അവിടെ ഉറൂസ് ഉത്സവങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇബ്നു അബ്ദുൽ വഹാബ് ഒന്ന് അടിച്ച് തകർത്താണെങ്കിൽ ആ കെട്ടിപ്പൊക്കിയതും ജാറം ഇതാക്കിയതും ഒക്കെയുള്ള കാര്യങ്ങൾ അത് പ്രാമാണികമായി നിങ്ങളൊന്ന് തെളിയിക്കണം. അത് നിങ്ങൾക്ക് സംസാരത്തിലൂടെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഈ വഹാബികൾ ഉണ്ടല്ലോ, എല്ലാം തകർത്തിട്ട് ഇവിടെ വലിയ ഭരണമൊക്കെ പിടിച്ചു വെച്ചിട്ടുള്ള വഹാബികൾ, മനസ്സിലായല്ലോ, അവരുടെ ആശയം പേരുന്ന ആളുകൾ കേരളത്തിലുണ്ടല്ലോ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അവരോട് നേർക്ക് നേരെ ഇരുന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും മതി. അപ്പോൾ നിങ്ങൾക്ക് മുജാഹിദുകളെ മരിച്ച് മൂക്ക് കയറ്റാലോ. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ, അതായത് സംവാദത്തിനുണ്ടോ അങ്ങനെ തന്നെ നമുക്കൊരു ഡെക്കറേഷൻ ആക്കണ്ട, സംവാദത്തിനുണ്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ, കബർ കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ, ഈ പറയുന്ന പച്ചക്കുബ്ബ കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ, ഈ രീതിയിൽ ഉറൂസ് ഉത്സവങ്ങൾ നടത്തുന്ന വിഷയത്തിൽ ഞാൻ പല വീഡിയോകളും കാണിച്ചു തന്നു. കബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്ക് ഏതായാലും പല ചർച്ചകൾ നടന്നു, അത് നമുക്ക് വേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ പറയുന്ന ജാറ വ്യവസായ കേന്ദ്രമുണ്ടല്ലോ, ഈ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ വിഷയത്തിൽ ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിലേ ഉള്ളത്, ഇബ്നു അബ്ദുൽ വഹാബ് പൊളിച്ചു. അത് ഞാൻ പലതവണയായി ആവർത്തിക്കുന്നത്. നിങ്ങളെ പോലെയുള്ള ആളുകളെ കുറിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഞാൻ പലപ്പോഴും കാണിക്കുന്ന ഒരു ഹദീസ് സംഭവമാണത്. പലപ്പോഴും ഹദീസ് വായിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന ഒരു സംഭവം. അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാകണം. അല്ല നിങ്ങൾ ഇതൊന്നും മെയിൻറ്റ് ചെയ്യില്ല, നമ്മൾ സംസാരിച്ചതോ ചോദിച്ചതോ കാര്യങ്ങൾ, ഇപ്പം പല ആളുകളും വീഡിയോ ഇറക്കി പലതും ചോദിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും നിങ്ങൾ മെയിൻറ്റ് ചെയ്യാതെ നിങ്ങൾ തടിയൂരാനാണ് പണിയെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. ഇതാ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഞാനിപ്പോൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, അന്ത്യനാളിൽ കബളിപ്പിക്കുന്നവർ വരും, ധാരാളം കളവ് പറയുന്നവർ വരും. അവർ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും. ഇയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലായുദില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത്, നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് വരുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിൽക്കാലത്ത് വരുന്ന കാര്യങ്ങൾ കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യഖൂനു ഫീ ആഖിറിസ് സമാനി ദജ്ജാലുന കദ്ദാബൂന, ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരും, അവർ ജനങ്ങളെ കബളിപ്പിക്കും, ഒരുപാട് കള്ളത്തരങ്ങൾ പറയും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ആ ഗണത്തിൽ പെടും എന്ന് ഞാൻ ഇവിടെ വാദിക്കുകയാണ്. മനസ്സിലായല്ലോ? നിങ്ങൾ ഇവിടെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. പ്രവാചകന്റെയും സഹാബാക്കളുടെയും പേരിൽ പച്ചക്കളവാണ് പറഞ്ഞത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ ദീനിൽ തെളിവല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഏതൊരു ആശയം കൊണ്ടുവന്നോ ആ ആശയത്തിന് അദ്ദേഹം എന്ത് തെളിവ് പിടിച്ചോ അത് പരിശോധിച്ചാണ് നമ്മൾ ദീനിലെ തെളിവ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത്. അല്ലാണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതൊന്നും ദീനിലെ തെളിവല്ല. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അതിന് എന്ത് തെളിവാണ് കൊണ്ടുവന്നത്, ആ തെളിവ് മാത്രമാണ് ദീനിൽ തെളിവായി വരിക. അതല്ലാത്തൊന്നും ദീനിൽ തെളിവല്ല. അദ്ദേഹത്തിന്റെ വകയുണ്ടാക്കിയതൊന്നും ദീനിൽ തെളിവല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സൗദി ഭരണകൂടം എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതൊന്നും ദീനിൽ തെളിവല്ല. സൗദിയിൽ അങ്ങനെ ഇല്ല, സൗദിയിൽ ഇങ്ങനെ ഇല്ല ഒക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മറുപടി നിങ്ങൾ പറഞ്ഞോ. അത് അവിടെ ഇല്ല എങ്കിലും പ്രമാണങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ വിഷയം, കബർ കെട്ടിപ്പൊക്കുന്ന വിഷയത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾ പ്രാമാണികമായ ഒരു സംസാരം നടത്തുക. എന്നിട്ട് പ്രവാചകന്റെ കാലഘട്ടം മുതലേ കബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, ജാറമുണ്ടാക്കിയിട്ടുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഉറൂസ് ഉത്സവങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് തെളിയിക്കുക. അല്ല എങ്കിൽ വഹാബികളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ആണത്തമുണ്ട് എങ്കിൽ, നട്ടല്ലുണ്ട് എങ്കിൽ, നട്ടലിന്റെ പകരം നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ ഫോട്ടോ കോപ്പി എങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ തയ്യാറാകണം. വെറുതെ ഇന്ന വർഷത്തിൽ ഇന്ന സംഭവം നടന്നു, ഇന്ന വർഷത്തിൽ അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞ് പാമര ജനതയെ പറഞ്ഞ് പറ്റിക്കുക എന്നതിനപ്പുറം നിങ്ങളെ കൊണ്ട് അത് തെളിയിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ഒക്കെ
ഒക്കെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, ചങ്കൂറ്റമുണ്ടെങ്കിൽ മുജാഹിദ് പണ്ഡിതന്മാരുടെ മുന്നിൽ വന്നിരുന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഈ ആവേശവും ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പ്രസക്തി ഉണ്ടാകുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം, എല്ലാവർക്കും അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ധൈര്യമുണ്ട് എങ്കിൽ, ചങ്കൂറ്റമുണ്ട് എങ്കിൽ നിങ്ങൾ തയ്യാറാകുക. നിങ്ങളിൽ നിന്ന് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.